വയനാട്ടിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തി എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത വരുന്നു. KT സ്വാലിഹ ചേരുകയാണ്. സ്വാലിഹ, അവിടെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തുന്ന വെല്ലുവിളി നമ്മൾ കണ്ടതാണ്. ഇതാണോ താൽക്കാലികമായി ദൗത്യം നിർത്തുന്നതിലേക്ക് നയിക്കുന്നത്? അക്ഷിത, കനത്ത മഴ മണിക്കൂറുകളായി തുടരുകയാണ്. ഇത് രക്ഷാദൗത്യത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. ഒപ്പം അപകട സാധ്യതയും ഉണ്ട്. ഈ പുഴയിലെ വെള്ളം വല്ലാതെ കലങ്ങിയാണ് വീണ്ടും വരുന്നത്. വീണ്ടും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നത്. സന്നദ്ധ സംഘടനകളുടെ ഒക്കെ പ്രവർത്തകരോട് അവിടെ നിന്ന് വേഗം മാറാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. NDRFന്റെയും സൈന്യത്തിന്റെയും ഒരു വിഭാഗം അവിടെ തുടരുന്നുണ്ട്. മറ്റുള്ളവരെയെല്ലാം പൂർണ്ണമായി അവിടുന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും തിരിച്ച് പോന്നു തുടങ്ങി. കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. രാത്രിയിൽ സാധാരണ നിലയിൽ തെരച്ചിൽ നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ തന്നെ 2 മണിക്കൂർ മുൻപ് തന്നെ നിർത്തേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം വലിയ തോതിൽ അപകട ഭീഷണിയുമുണ്ട്. ഇവിടെ അനൗൺസ്മെന്റ് എല്ലാം നടത്തുന്നുണ്ട്. ആളുകളോട് മാറണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിയ സന്നദ്ധ സംഘടനകളുടെയൊക്കെ ആളുകൾ ധാരാളമായി ഈ ചൂരൽമലയിലെ അതായത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിയെന്നാണോ, അതോ മഴ ഒരുപക്ഷെ മാറി നിന്നാൽ തുടരാൻ പറ്റുന്ന നിലയുണ്ടെങ്കിൽ തുടരുമെന്നാണോ? എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഏതെങ്കിലും ഘട്ടത്തിൽ മഴ മാറി നിന്നാൽ ഇത് പുനരാരംഭിക്കും. ഈ NDRFന്റെ സംഘം അവിടുന്ന് തിരിച്ചു പോന്നിട്ടില്ല. അതേപോലെ സൈന്യത്തിന്റെ ഒരു വിഭാഗവും അവിടെയുണ്ട്. പക്ഷെ തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല. കനത്ത മഴയും അതോടൊപ്പം ഈ ചളിയും എല്ലാം ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിൽ അസാധ്യമായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് താൽക്കാലികമായി ഇത് നിർത്തിവെക്കുന്നത്. ശരി, KT സ്വാലിഹ് പങ്കുവയ്ക്കുന്നത് പ്രധാനപ്പെട്ട വിവരമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തേണ്ടി വന്നത്. ഒരു മലയൊന്നാകെയാണ് കുത്തി ഒലിച്ച് താഴേക്ക് എത്തിയത്. അതിൽ നിന്നും രൂപപ്പെട്ട ചെളിയും മണ്ണും അവിടെ വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ചെളിമണ്ണിലേക്കാണ് വീണ്ടും മഴ പെയ്ത് കൂടുതൽ ആഴത്തിൽ വെള്ളം അതിനുള്ളിലേക്ക് ഇറങ്ങുന്നത്. അവിടെ സാധാരണഗതിയിൽ ചവിട്ടി നിൽക്കാൻ പോലും കഴിയാത്ത വലിയ പ്രതികൂലമായ സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഈ 2 പകലുകളിലായി പുരോഗമിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ ചൂരൽമലയിൽ തുടരുന്ന അതിശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു. അത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്യുകയാണ്. പക്ഷേ സൈന്യവും NDRFും ആ മേഖലയിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. മറ്റുള്ളവരെ, അതായത് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. സന്നദ്ധ സേനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അവിടെ നിന്ന് ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതാണ് KT സ്വാലിഹ അറിയിക്കുന്നത്. പക്ഷേ സൈന്യവും NDRFും അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. സ്വാലിഹ, ഈ മുണ്ടക്കൈയിലേക്കുള്ള പാലം, ചൂരൽമലയിൽ നിന്നുള്ള ഈ പാലം, അതാണ് താൽക്കാലികമായി നേരത്തെ നിർമ്മിച്ച സംവിധാനം പോലും തകർന്നു പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഒരുപാട് ആളുകൾ മുണ്ടക്കൈയുടെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തുകയും മഴ അതിശക്തമായി പെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ തിരിച്ചെത്തിക്കേണ്ടേ? അതെങ്ങനെയാണ് സ്വാലിഹ അവർക്ക് അറിയിപ്പ് നൽകുന്നത്? ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിൽ അതിശക്തമായ മഴ പെയ്യുന്നു. മുണ്ടക്കൈയിലും സമാനമായ സാഹചര്യമാണ്. ഈ കനത്ത മഴയിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിമണ്ണ് അവിടെ ഇറങ്ങി നിൽക്കുന്നതിനടക്കം വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ മണ്ണിലേക്ക് കാൽ ചവിട്ടുമ്പോൾ അത് താഴേക്ക് ആഴ്ന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് വേണം അവിടെ രക്ഷാപ്രവർത്തനം സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൻ്റെ കൂടിയാണ് ഈ അതിശക്തമായ മഴ കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി പെയ്യുക കൂടി ചെയ്യുന്നത്. ഇതോടുകൂടി ഒരു തരത്തിലും മുന്നോട്ട് രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയാത്ത അതീവ ദുഷ്കരമായ സാഹചര്യം ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഇതുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അല്ലാത്ത പക്ഷം അത് നിലവിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂടി ജീവന് ഭീഷണിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അല്പം മുമ്പ് സ്വാലിഹ് സംസാരിക്കുമ്പോൾ ഈ പുഴയിലൂടെ കുത്തി ഒലിച്ചു വരുന്ന ജലം അത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സാധ്യത സംശയം കൂടി നൽകുന്നുണ്ട്. കാരണം അത്രമേൽ വലിയ അളവിലാണ് ഈ പുഴയിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്നത്. ഒപ്പം തന്നെ അത് കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. സാധാരണഗതിയിലുള്ള നിറമല്ല ആ പുഴയിലെ വെള്ളത്തിന് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെയും വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സംശയത്തിന്റെ സാധ്യത കൂടി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം അതീവ ദുഷ്കരമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കൂടിയാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരിടത്ത്
മുൻപ് മേപ്പാടിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ അത് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. 32 മൃതദേഹങ്ങളാണ്, ഈ പുഴയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹങ്ങളാണ് അത് ഇവിടേക്ക് എത്തിച്ച് ബന്ധുക്കൾ തിരിച്ചറിയുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ 10 പേരെയാണ് എത്തിച്ചിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തിയായിട്ടുണ്ടാകണം. അല്പം മുമ്പ് ജോഷില സംസാരിക്കുമ്പോൾ ആ 10 പേരെ തിരിച്ചറിഞ്ഞ ശേഷം പിന്നീട് മറ്റുള്ളവരിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരുന്നത്. സ്വാലിഹ് വീണ്ടും തുടരുന്നുണ്ട്. സ്വാലിഹ്, ഈ മുണ്ടക്കൈയിലേക്ക് രാവിലെ മുതൽ പോയിട്ടുള്ള ആളുകളുണ്ട്. അതിനുശേഷമാണല്ലോ ഈ താൽക്കാലിക പാലം തകരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ മുണ്ടക്കൈയുടെ തന്നെ ഉൾമേഖലകളിലേക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോയിട്ടുള്ള ആളുകളെ തിരിച്ചെത്തിക്കണ്ടേ? അവർക്കുള്ള അറിയിപ്പ് എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? ഷിത, ഈ പാലം പൂർണ്ണമായി തകർന്നിട്ടില്ല. പക്ഷെ അത് വെള്ളത്തിൽ താൽക്കാലികമായി അത് വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. അതാണ് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ രക്ഷാപ്രവർത്തകരെല്ലാം മടങ്ങി വരുന്നത് ഇപ്പോഴും അതേ പാലത്തിൽ കൂടെ തന്നെയാണ്. അതിന് സമാന്തരമായി ഇപ്പോൾ ഒരു റോപ്പ് കൂടി കെട്ടി അതും പിടിച്ചാണ് ഇപ്പോൾ ഈ ലാഡറിലൂടെ നടന്ന് ആളുകൾ മറുവശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷിത. ശരി, KT സ്വാലിഹ് വിവരങ്ങൾ നൽകുന്നത്. പാലം തകർന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് പുഴയുടെ അടിയിൽ ഇപ്പോൾ മുങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ചെറിയ തോതിൽ ആളുകളെ അതുവഴി കടത്തിവിടാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് KT സ്വാലിഹ് പങ്കുവയ്ക്കുന്ന വിവരം. അതുവഴി തന്നെ ആളുകളെയൊക്കെ മുണ്ടക്കയിൽ നിന്നും തിരിച്ച് മറുകരയിലേക്ക് എത്തിക്കുകയാണ്. ഈ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയും ചെയ്തിട്ടുണ്ട്.